ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് വരികയാണ്. നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് പറയാൻ പോകുന്നത് പാമ്പുകളെ കുറിച്ചാണ്. കേരള ഓർമ്മയിലെ പാമ്പുകളെ കുറിച്ച്. എന്താണ് പാമ്പുകളെ കുറിച്ച് അത് അനുഭവിച്ചവർക്ക് നന്നായിട്ട് അതിന്റെ വിഷമമുണ്ടല്ലേ? നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. വാക്കുകൾ നമുക്ക് മനസ്സിലാവാണ്ട്. നമ്മള് പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. പറഞ്ഞ പോലെ ചാടിക്കൊത്തുന്നതും വിഷമുള്ളത് ഇല്ലാത്തത്, അടുത്തൂടെ ഇടച്ചു പോണത്, വലിയ പണിയൊന്നും ഉണ്ടാക്കാത്ത. പിന്നെ മറ്റേ രാജവെമ്പാലൊക്കെ ഉണ്ട്, കൊത്തി വിഷടിച്ച് കൊത്തി കൊന്നിട്ട് പിന്നെ അത് വിഴുങ്ങണത്, അങ്ങനത്തെ വിഴുങ്ങിട്ട് തുപ്പണത് വരെ ഉണ്ട്. കുടുംബം കലക്കികൾ വരെയുള്ള ഒരു പ്രത്യേക സ്ഥലമാണത്. പിന്നെ ഇവിടെ കാടും മൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പാമ്പുകൾക്കും തഴിച്ചു വളരാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കീരിയില്ലാത്തതാണ് പ്രശ്നം. അവിടുത്തെ കീരികളുടെ ഏറ്റവും കൂടുതൽ പാമ്പിന്റെ വളർച്ചയെ ഇതാക്കുന്നത് സ്വാധീനിക്കുന്നത്. അത് നമുക്ക് അഭിഷേകിന്റെ അടുത്ത് ചോദിക്കാം. അഭിഷേകിന് ഇപ്പൊ ഏത് പാമ്പിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറയാനുള്ളത്? ആദ്യമായിട്ട് നമ്മൾ അഭിഷേകിന്റെ അടുത്ത് ചോദിക്കാം. അഭിഷേകനാണ് ഇവിടുത്തെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടുത്തെ സ്നേക്സിനായിട്ടുള്ള പരിചയമുള്ള ഒരാള്. ഞാനൊരു പാമ്പിനെ തിരിച്ചറിഞ്ഞു. ഒന്നല്ല, 3-4 പാമ്പുകളെ തിരിച്ചറിഞ്ഞു. വൈകിപ്പോയി. അല്ല, നമുക്കൊരു അതായത് ഇവന്മാര് പാമ്പാണ് നമുക്കറിയാം, ബട്ട് അത് ഏത് വർഗത്തിലാന്ന് അറിയില്ലായിരുന്നു. എപ്പോഴാണ് മനസ്സിലായത്. ചേരാന്ന് വെച്ചിട്ട് വെറുതെ വിട്ടപ്പോ നമ്മള് ഏറ്റവും ഭയക്കേണ്ട ഒരു സാധനമാണ് 360 ഡിഗ്രിയിൽ ചാടിക്കൊത്തണ നായിന്റെ മോനാണ് അലി. അതിനാണ് നമ്മൾ സ്പെസിഫിക്കലി കണ്ടുപിടിച്ചത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമുക്കത് കിട്ടി. അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് പറയുന്നത്. ഒരു ചാടി ഒരു കൊത്ത് കിട്ടി. എന്താണ് പറയാനുള്ള അഭിഷേകം? അതിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത്? പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞാല് അത് മാറാനൊന്നും മോണില്ലല്ലോ. ഇത്ര വിഷമം സംഭവിക്കാൻ മാത്രം എന്താണ് അനുഭവം? അത് പറയും. പങ്കുവെക്കാൻ പറ്റുമോ? അത് പങ്കുവെക്കാൻ പറ്റുമോ? അത് എക്സ് ഓർ വൈ വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല കാക്കിനും മതി. കോണ്ടെക്സ്റ്റ് കിട്ടിയാൽ മതി. നമുക്ക് നമ്മുടെ ആളുകൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ കാണുന്ന കുത്തിക്കടപ്പുകളും കമ്മിലടികളും കാര്യങ്ങളും കാണാനായിട്ട് നമ്മള് കാത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ടല്ലേ, എന്റെ ഫ്രെയിമിനെ ബാധിക്കും. ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റങ്ങൾ പറഞ്ഞിരിക്കാനുള്ള സാധനം. ഓ, അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ താങ്കൾക്ക് ഇതിലൂടെയുള്ള താങ്കളുടെ ഇപ്പോഴത്തെ മനോനില എന്താണ്? താങ്കളുടെ ഇപ്പോൾ അത് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? താങ്കൾക്ക് അവരോട് ദേഷ്യമാണോ, അല്ലെങ്കിൽ താങ്കൾ ഇപ്പോൾ അതിനെ എന്തായിട്ടാണ് താങ്കൾ അതിനെ എങ്ങനെ നേരിടാനാണ് കണ്ടിട്ടുള്ളത്? ഇതിനെ എന്തായിട്ട് നേരിടാനാണ് കണ്ടിട്ടുള്ളത്? മനോഭാവം എന്ന് പറയാനായിട്ട് നേരൊക്കെ തിരിച്ച് പണി കൊടുക്കണം ഇതുണ്ട്. എന്താ അവസരം കിട്ടാൻ പ്രതികാര ബുദ്ധി ഉണ്ട്. കുറച്ചുകൂടെ വോയിസ് കൂട്ടാൻ പറ്റുമോ? പ്രതികാര ബുദ്ധി ഉണ്ട്, കൃത്യമായി പറഞ്ഞ നല്ല പ്രതികാര ബുദ്ധി. നമ്മുടെ അടുത്ത് ഗാന്ധിജി പറഞ്ഞേക്കണ ഒരു കവറിലടിച്ച് ഒരു കവർ കാണിച്ചു കൊടുക്കണം. ചെയ്യരുത്, അങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പുറത്ത് കൊടുക്കുക. 2 കൊല്ലം അടി വാങ്ങിയില്ലേ, 3ാമത്തെ തിരിച്ചടിക്കണം എന്നാണ് എന്റെ ഒരു പോളിസി. വന്നപ്പോ മുതൽ അടി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ തിരിച്ചറിഞ്ഞറിഞ്ഞില്ല. ഇത്ര നാള് ബാബ സുരേഷ് ആയിരുന്നു. മറ്റേ ജോർജ് പറഞ്ഞ പോലെ നിങ്ങളൊരു പൊട്ടനായിരുന്നു. അതെ, ഞാനൊരു പൊട്ടനായിരിക്കാം. കൊറേ പേരെന്നെ പറ്റിച്ചിട്ടുണ്ട് സാർ. നിങ്ങൾ പൊട്ടനായിരിക്കുന്നതാ. അതെ, പൊട്ടനായിരിക്കാം. ചിലവർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അവന്മാർക്ക് ഈ വലയുള്ള കേസ്. അങ്ങനെ വേറെ കോമഡി. ഓക്കെ. ഈ പാമ്പ് സ്പെസിഫിക്കലി എവിടെയെങ്കിലും ഒരു സ്ഥലത്താണോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അതോ ക്യാമ്പസ് ഒട്ടാകെ പടർന്നിട്ടുണ്ടോ? എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പാമ്പ് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുക ഇതാണ് പാമ്പ്. ഇത് അങ്ങനെ എല്ലാ കൂട്ടത്തിലും ഇഴഞ്ഞു കയറും. എന്നിട്ട് എല്ലാ കൂട്ടത്തിലും ഈ പാമ്പ് ഇണ ചേരും. എന്നിട്ട് അവിടെ പോയിട്ട് ഈ പാമ്പ് മുട്ടയിടും. എന്നിട്ട് അവിടുത്തെ ആൾക്കാർ അവരുടെ പരിധിയിലാക്കും. അങ്ങനെ പ്രത്യേക പാമ്പുകളാണ്. ഈ പാമ്പുകളെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വല്ല വഴികളോ നുണുക്ക് വിദ്യകളോ അങ്ങനെ എന്തെങ്കിലും? ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല പാമ്പുകൾ. എന്റെ മനസ്സിൽ പലവട്ടം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. സത്യമാണത്. എവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസം കിട്ടുന്നു അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ്. കുറച്ചും കൂടി തെണ്ടിത്തരൊക്കെ ആയിട്ട് ഉള്ളത് മനസ്സിലുള്ളത് വിളിച്ചു പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ പിന്നെ നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കുക ഇതാണ് ഇവരെന്നറിയാം. പക്ഷെ ഓവർ നന്മ കാണിച്ച് ഓവർ ചിരിച്ചു നിൽക്കുന്ന പലരും വലിയ വലിയ ബ്രീഡിൽപ്പെട്ട പാമ്പുകളാവും. വിഷം കൂടുതലാണ്, ഹാനികരമാകാം പലതരത്തിലും. ഒറ്റക്കൊത്തിന് കൊല്ലില്ല. ഇഞ്ചിന്റെ വേദനിപ്പിച്ച് കൊല്ലുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കിതിൽ ഈ കറന്റ് സിറ്റുവേഷൻ പ്രതികരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതെ, നമ്മള് പഠിച്ചത് കുറച്ച് നല്ല വൃത്തിക്ക് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതായതുകൊണ്ട് നമ്മൾക്കിട്ട് ഒരാൾ പണി തന്നാലും നമുക്ക് കുറച്ച് മാന്യത ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഇടയിൽ പ്രശ്നം പറ്റാത്ത തരത്തിൽ നമ്മൾ അവരൊന്നും ചെയ്യില്ല. കാരണം എന്താ, അവര് നാണം കാണാൻ നമുക്ക് ഇഷ്ടമല്ല, നമ്മുടെ മര്യാദ. പക്ഷെ അതുപോലെയാണ് എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചെയ്യാതിരിക്കണതാണ് നമ്മുടെ ഭാഗത്തുള്ള തെറ്റ്. അതെ, തെറ്റ് നല്ല തെറ്റാണെങ്കിലും പക്ഷെ നമ്മളത് കംഫർട്ട് ആയില്ലേ.
നമ്മളത് പക്ഷെ നമ്മൾ കീരി ആവണം ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ കീരി ആവണം. ഒരു കീരി ഒരിക്കൽ തല നോക്കി അടിക്കണം. ഇനി ഒരു 3-4 മാസമാണ് ഇനി ബാലൻസ് ഉള്ളത്. അതിൽ നിങ്ങളെ കീരിയായി കാണാൻ പറ്റുമോ? ഇവരാണെങ്കിൽ നാളെ വേണമെങ്കിൽ പോയിട്ട് പൊളിച്ചാണ് അടക്കാം. പക്ഷെ പൊളിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ബാധിക്കുന്നുള്ളതൊന്നും കണ്ടിരിക്കുന്നു. പിന്നെ അതായത് ഇതിപ്പോൾ പൊളിച്ചടക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിസം നല്ലോണം വളരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ 4 മാസത്തെ വലുതായിട്ട് ബാധിക്കും. ഒന്നില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ ഗ്രൂപ്പിസത്തിന് ഞാൻ തന്നെ, അതായത് ഞാൻ പൊളിക്കാൻ നിന്ന ഗ്രൂപ്പിസം ഞാൻ തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ കാരണക്കാരനാണ്. ആ പാമ്പിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആ പാമ്പുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് പറയണം താങ്കൾ? കാര്യമൊന്നുമില്ല, എന്നാലും പറയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്നെങ്ങനെ ഒരു ദിവസം ഞാൻ പണി തരും. എല്ലാം കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ് അത് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം പറയാനുള്ളത്. നമുക്കിനി 4 മാസം കോളേജുള്ളൂ. ഈ കണ്ട കേരളവർമ്മയും പച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ 4 മാസം കഴിഞ്ഞ് വിട്ടുപോകും. അപ്പോൾ അത് നമ്മൾ ഇതിന്റെ ഇടയിലൊന്ന് പറയുക. സന്തോഷം പാമ്പോടൊന്നും കാണണ്ട, പാമ്പുകളൊന്നും കാണണ്ട. 4 മാസം കൂടി ഞങ്ങൾക്ക് ഈ മൃഗശാലയിൽ സഹിച്ചാൽ മതി. 4 മാസം കൂടി ഞങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ നടന്നാൽ മതി. ഇപ്പൊ ഞങ്ങള് ശീലിച്ചു. നമുക്കറിയാം ഏതൊക്കെ തരം പാമ്പുകളുണ്ട്. ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ പറയണ പോലെ ഒരു പാമ്പ് പിടുത്തക്കാരന്റെ അവസ്ഥയുണ്ട്. ഇപ്പൊ നമുക്ക് ചിലപ്പോ കണ്ടാലോ സംസാരിച്ചാലോ അറിയാം ഇത് ഏത് ബ്രീഡാണ്, ഇത് ഏത് എനാണ്, ഇത് കൊത്തോ കൊത്തില്ലേ. ഇപ്പൊ ഏകദേശം ഒക്കെ നമുക്ക് അറിഞ്ഞു വന്നു. ഇനി ഒരു 4 മാസം കൂടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹൗ ടു സർവൈവ് ഇൻ എ സ്നേക്ക് പാർക്ക് എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. ഫിസിക്സ് ആണ് നമ്മളെടുത്ത മേജർ വിഷയമെങ്കിലും അതിനേക്കാളും മുകളിലാണ് നമുക്കിത് എങ്ങനെ ഒരു ഭാഗത്ത് സർവൈവ് ചെയ്യാം നമ്മൾ പഠിച്ചു. ഇതിന് മുകളിൽ നമുക്കൊന്നും വേണ്ട. എവിടെ കൊണ്ടുപോയിട്ടാലും നമ്മുടെ അടുത്ത് സീനിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കേരളവർമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റിംഗ് കപ്പാസിറ്റി ആണ്. ഇവിടെ കൊണ്ടിട്ടോനെ എവിടെയും കൊണ്ടുപോയിടാം. സമ്മതിച്ചിരിക്കുന്നു. പിന്നെ പറയാനുള്ളത് ഇനി വരുന്നവരോടാണ് പാമ്പുകളാവാണ്ടിരിക്കുക. മക്കളെ എന്തിനാ വെറുതെ ഈ ആൾക്കാര് കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഇടപെടുന്നതും കൂടുതൽ ഇത് പറ്റുന്നതും പെണ്ണ് കിട്ടാഞ്ഞിട്ടോ ഇത് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. തെറ്റിദ്ധരിക്കരുത്. കോഴികളായിട്ട് ജനറലൈസ് ചെയ്ത് കാണണ്ടായിരുത്. തെറ്റാണത്. അല്ലാണ്ട് പ്രശ്നക്കാരാണ് അല്ല പ്രശ്നക്കാരാണ് മറ്റവരാണ് വരാനുള്ള അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ഒന്നും ആർക്കും കൊടുക്കാതിരിക്കുക മെയിനായിട്ട്. അതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. നമുക്ക് കുറച്ച് എന്തെങ്കിലും നന്മയിലേക്ക് കിടക്കാം. നമ്മൾ ഈ പാമ്പുകളെ കുറിച്ച് പറയുമ്പോഴായിട്ട് നമുക്ക് വെറും പാമ്പുകളെ കുറിച്ച് നമ്മൾ ഈ പരിപാടി പറഞ്ഞ് നിർത്തുമ്പോൾ ശരിയല്ലല്ലോ. എന്തെങ്കിലും ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കും ചിലപ്പോൾ പാമ്പുകൾ മാത്രമേ ഉള്ളൂ എന്ന്. അതല്ലാത്തവരുണ്ടല്ലോ. ഗൈസ് നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കാനുള്ള ഒരു സാഹചര്യമാണ്. നമ്മളീ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പൊ എല്ലാ കാര്യങ്ങളും വിളിച്ചു തുടങ്ങി. അർബനമുട്ടിന്റെ പരിപാടി വന്നു, ഡാൻസിനുള്ള പരിപാടി വന്നു, മൈമ്, നാടൻപാട്ട്, എല്ലാത്തിലും പാർട്ടിസിപ്പേഷൻ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. സെലക്ഷന് പോവുക, കിട്ടി പക്ഷെ എഫേർട്ട് ഇടുക. അല്ലാണ്ട് ഈ കണ്ട പിള്ളേരെ പോലെ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആവണ്ടെന്നോ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യണ്ടോ നമ്മൾ പറയുന്നില്ല. അതിന്റെ അപ്പുറത്ത് കൾച്ചറിൽ കുറച്ചുകൂടി ഇതും കണക്കാക്കുക. അപ്പോ അത് നിങ്ങൾ മിസ്സാക്കരുത്. നമ്മൾക്ക് ഇതാ ഇപ്പോ ജനുവരിയിലെ ഡീസോൺ വരും. എല്ലാ മത്സരങ്ങളും കത്തും. അപ്പൊ നമുക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കൾച്ചറല്ലേ കേരള ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഡീസോൺ നടക്കുമ്പോഴാണ് ഇവിടുത്തെ രാത്രി നൈറ്റ് സ്റ്റേ ആ വൈബൊക്കെ കിട്ടുന്നത്. ഡീസോൺ നമ്മള് നാടകത്തിലൊക്കെ നിന്ന കാര്യങ്ങൾ നാടകത്തിലൊക്കെ നിന്ന ടൈം ഭയങ്കര ഒരുപാട് സമയങ്ങളുണ്ട്. അപ്പൊ ആസ്വദിച്ച തന്നെ നാടകം ക്യാമ്പ്. നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് എഫേർട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു ക്യാമ്പസ് ലൈഫില് നല്ല സമയമാണ് ഡീസോൺ ടൈം. നമ്മളീ പറയുന്ന പോലെ കഞ്ഞിക്കൊക്കെ അത്യാവശ്യത്തിലധികം വില തോന്നുന്നത് കഞ്ഞി കുടിക്കുന്ന വില തോന്നുന്ന സമയമാണ്. സർവൈവ് ചെയ്യാൻ പഠിക്കും. നല്ല നല്ല മനുഷ്യന്മാരെ പരിചയപ്പെടാം. അന്ന് നമ്മൾ പരിചയപ്പെടുന്ന കുറച്ച് മനുഷ്യരുണ്ട്. 5 രൂപ കയ്യിലില്ലാത്തപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. പട്ടിണിക്ക് വകലാട്ടാണെന്ന സമയത്ത് കയ്യിലുള്ളത് വിറ്റും പറിക്കും വരുന്ന ആൾക്കാരുണ്ട്. നമ്മളീ പറയണ പോലെ പാമ്പുകൾ മാത്രമുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് നല്ല മനുഷ്യന്മാരെ കാണും. നല്ല മനുഷ്യന്മാരെ അതെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവായിട്ട് പറയാനുള്ള സൈഡ് കേരളവർമ്മയ്ക്കുള്ള ഒരു പോസിറ്റിവിറ്റി. അന്ന് നമ്മൾ കുറെ മനുഷ്യരെ കാണും. നമുക്ക് സഹായങ്ങളായിട്ടും അത് ചിലപ്പോ സ്നേഹം കൊണ്ടാവും നമ്മളെ പോസിറ്റീവ് ആക്കാനുള്ള ആൾക്കാരെ നമുക്ക് അന്ന് കാണാൻ
ഇപ്പൊ വേണ്ട വാക്കുകൾ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ പോലും അറിയണ നമുക്ക് പലതരത്തിലായിട്ടുള്ള സഹായം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫുഡായാലും കാര്യങ്ങളായാലും ഇറ്റ്സ് ലൈക്ക് പീപ്പിൾസ്. അന്ന് നമ്മൾ കുറച്ച് പേരെ കാണും, അതിലും പ്രശ്നക്കാരും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, മെജോറിറ്റി ഒരു ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ചിലപ്പോൾ ആ ടൈമിലേക്ക് നമ്മൾ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഒരു ആർട്ട് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഉള്ളത്തെ സ്കില്ല് കൊണ്ടുവരാനുള്ള ഒരു ടൈം, അത് നല്ലൊരു ടൈമാണ്. അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മറ്റേ പഴയ കേരള ഓർമ്മക്കാർ വരെ അത് ഡീസോങ് കാണാനായിട്ട്. ഇപ്പോൾ കേരള ഓർമ്മ ഡീസോങ് കാണാൻ, നാടകം കാണാൻ, നാടൻ പാട്ടാണെങ്കിൽ പഴയ കേരള ഓർമ്മക്കാരനെ വരുന്നുണ്ട്. അപ്പൊ തന്നെ അവർക്ക് കുറച്ച് കാലം നമ്മുടെ കോളേജ്, നമ്മൾ ഇത്രയും എക്സ്പ്ലോർ ചെയ്ത കോളേജ്, നമ്മൾ പഠിച്ച കോളേജ്, അതിനോടുള്ളൊരു ബന്ധമാണ് കാണിക്കുന്നത്. അത് വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഡിസോണുള്ള എക്സ്പീരിയൻസ് അങ്ങനെ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതില് എല്ലാരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ എല്ലാന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരണം. എല്ലാരും ഇതിനിറങ്ങുക, പങ്കെടുക്കുക, സെലക്ഷൻ പോവുക. മുന്നുണ്ടായിട്ടുള്ള ഒരു കൾച്ചറിലുള്ള പ്രോഗ്രാംസ് കാര്യങ്ങൾ എങ്ങനെയാണ് വീണ്ടും കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നോക്കുക. കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് എല്ലാവരും വരിക. ആൾക്കാർ ബസ്സിന് സോറി ഒരു 5 സെക്കൻഡ് കാലൊക്കെ ചെറിയ ഈ സമയത്ത് മറ്റേ ചീവിന്റെ സൗണ്ട് ഇട്ടാ ക്രീങ് 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 ക്രീങ്. ഓക്കെ ഗൈസ്, ആൾക്കാർ പോയി. അപ്പൊ നമ്മള് പറഞ്ഞു തന്നത് എല്ലാരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പുകളുടെ ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇട്ടാട്ടോ, പണി വരരുത്. സെൻസർ കേരളത്തിനേക്കാളും നല്ല സെൻസർ വേണം നമുക്ക്. പിന്നെ പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം, മെജോറിറ്റി നമ്മുടെ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമല്ല, അവരായിട്ട് പറയുന്നതാണ്. നിങ്ങളിപ്പോൾ തീരെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല കോളേജിന്റെ വശങ്ങൾ. അവരുള്ള ടൈമിൽ ഇങ്ങനെ ആയിരുന്നില്ല ഇവിടുത്തെ പ്രോഗ്രാംസ് നടന്നത്, ഇങ്ങനെ ആയിരുന്നില്ല ഇവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ട്. ഇപ്പൊ നമ്മളൊരു ഇവന്റ് കൊണ്ടുപോകുമ്പോൾ ഇവന്റിന്റെ ആൾക്കാരും 1-2 സംഘാടകരാണ് നമ്മുടെ പ്രോഗ്രാമിനുള്ളൂ. പക്ഷെ പണ്ട് അങ്ങനെയല്ല, ഒരു വേദി ഉണ്ടെങ്കിൽ ഒരു പകുതി മുക്കാല് പരിപാടി കാണാനായിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അപ്പോൾ നമുക്കത് തിരിച്ചു കൊണ്ടുവരണം. കാരണം നമ്മുടെ കേരളവർമ്മ ഒരു കലാലയ യൂണിയൻ എന്ന് പറയാം. കാരണം കലാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയായിട്ട് യൂണിയൻ എന്നല്ല, കലാലയം നമ്മുടെ എന്തായാലും പറയാം, കലാലയം എന്നല്ല നമ്മൾ പറയാം. ആ സാധനമാണ് നമ്മള് സാധാരണ ഒരു കോളേജിൽ നമ്മൾ പറയാ. പോയി കലാലയ യൂണിയൻ സാധനത്തിക്ക് നിങ്ങൾക്ക് സാധനം മനസ്സിലായി. യൂണിറ്റി എന്ത് യൂണിറ്റി? ഇല്ലാത്ത സാധനമാണ് യൂണിറ്റി. ഇവിടെ ഇല്ലാത്ത സാധനമാണത് യൂണിറ്റി ഡൈവേഴ്സിറ്റി. അപ്പൊ അത് നമ്മൾ കൊണ്ടുവരും. അപ്പൊ അത് കൊണ്ടുവരാനായിട്ട് എല്ലാവരും വരണം. അതെ, അപ്പൊ എല്ലാ ഐറ്റംസിലും ഇന്ത്യയുടെ പ്രത്യേകത യൂണിറ്റിയും ഡൈവേഴ്സിറ്റി. നമുക്ക് നാടകമുണ്ട്, ഹിന്ദി നാടകം, മലയാള നാടകം. നമ്മുടെ 10-15ഓളം ഗ്രൂപ്പ് ഐറ്റംസ് നമ്മൾ ഇറക്കുന്നുണ്ട്. 10-15 പോരാ തോന്നുന്നുണ്ട്. അതിന്റെ മുകളില് ഗ്രൂപ്പ് ഐറ്റംസ്. ഇൻഡിവിജ്വലി പ്രോഗ്രാമുള്ള നിങ്ങള് ഒതുങ്ങിക്കരുത്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഡിഗ്രി നിങ്ങൾ പഠിച്ചിട്ട് +2 വരെ പല പങ്കെടുത്തുള്ളവരായിരിക്കും, പ്രൈസ് വാങ്ങിയിട്ടുള്ളവർക്കും. ഇവിടെ വന്നിട്ട് അതിന് മാറി നിൽക്കരുത്, എല്ലാവരും ഇതിലേക്ക് വരിക. കാരണം നമ്മുടെ കോളേജിൽ ഡീസോണിന്റെ കപ്പ് വന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? 3 കൊല്ലമായി. 3 കൊല്ലം മുന്നെയാണ്. അതും പറഞ്ഞ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. നമ്മൾക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഒരു ഡീസോണിന്റെ കപ്പ് കേരള ആർമയുടെ മണ്ണിക്ക് വന്നത് കാണണം. ഞങ്ങളുടെ ഒരു ആഗ്രഹം നടത്തി തരില്ല നിങ്ങള്. ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് എല്ലാവരുടെ അടുത്തും കൂടി ഒരു കേരള വർമ്മയിലോട്ട് ഒരു ഡീസോണിന്റെ കപ്പ് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് പൊക്കുന്നു. ആഗ്രഹം കൊണ്ടാണ്, കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അവിടെ നമ്മൾ ഇന്റർസോണിക്കും പോകും, അവിടെ നിന്ന് നമ്മൾ കത്തിക്കും, അവിടെ നമ്മൾ പ്രൈസ് അടിക്കും. അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുള്ളൂ. അവസാനത്തെ 4 മാസത്തിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് ചോദിക്കുന്ന ഒരു ആഗ്രഹം. ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. നല്ല ആഗ്രഹങ്ങളാണ്. എന്തായാലും എല്ലാരും പരമാവധി സംഭവം ചെയ്യുക. അതിന്റെ ഇടയിലും പമ്പുകൾ ഉണ്ടാവും, അത് നോട്ട് ചെയ്യണം. രാത്രി ഡീസോൺ ആയതുകൊണ്ട് രാത്രി കാലങ്ങളിലെ പമ്പുകൾ അവരെ കാണാം. ഒഴിവാക്കാൻ പറ്റുന്നതിനൊക്കെ ഒഴിവാക്കി വിടുക. നമുക്ക് വേണ്ടത് മാത്രം മതി. കൊത്താണ്ടിരിക്കരുത്, കൊത്തുകൊണ്ട് പോവാണ്ടിരിക്കുക. പറ്റണ്ടേ നമ്മളിങ്ങനെ പാവങ്ങളായിട്ട്. അയ്യോ, എൻഡിങ് കിട്ടിയില്ലല്ലോ. അപ്പൊ നമ്മള് ഇന്നത്തെ ഭാഗം ഓവർ ടൈം ആയതുകൊണ്ടാണ് നമ്മള് ഇന്നത്തെ ഭാഗം നിർത്തുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് കേരള ഓർമ്മത്തെ പാമ്പുകളെ കുറിച്ചും കാര്യങ്ങളാണ്. അപ്പൊ ഈ ഡീസോണുകളിൽ ഈ പാമ്പുകളൊക്കെ കൂട്ടിയിട്ട് ഡീസോൺ നടത്തുമ്പോൾ ഈ പാമ്പുകളൊക്കെ ഉണ്ടാവും, കൂട്ടിയിട്ട് നമ്മൾ ഡീസോൺ നടത്തണം. പാമ്പുകളെ ശ്രദ്ധിക്കുക, അതെ, കൊത്തുകൊള്ളാണ്ടിരിക്കുക. കോളേജിൽ നടക്കുന്നവരോടും ഇരിക്കുന്നവരോടും കിടക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ, പാമ്പുകളെ ശ്രദ്ധിക്കുക.
അത്രേ ഉള്ളൂ. ഹാപ്പി ഹാപ്പി